ഹലോ, നമസ്കാരം. വരയും സുറൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും നമ്മൾ നമ്മുടെ കൊമ്പനാനേൻ്റെ ബാക്ക്ഗ്രൗണ്ടും മണ്ണും മണലും ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, പെയിൻ്റ് അടിച്ചുകൊണ്ടും വരച്ചുകൊണ്ടും ഇരിക്കുകയാണ്. നമ്മൾ ആനേനെ കൊണ്ട് പൊട്ടി പറത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ആന നമ്മുടെ പൊട്ടി പിടിച്ച അന്തരീക്ഷത്തിൽ പൊട്ടിയൊക്കെ പറത്തി വരട്ടെ എന്ന് സംഭവം കാണുമ്പോൾ ഒരു പേടിയൊക്കെ വരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വരച്ച് തുടങ്ങിയത്. എത്രത്തോളം ആവും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ ഞാൻ വയനാട്ടിലായിരുന്നു. ഞാനൊരു വയനാട്ടുകാരനാണ്. അപ്പം ചെറുപ്പം തൊട്ടേ നമുക്ക് ഈ ആനേനെ കാണുമ്പോൾ നല്ലൊരു പേടിയാണല്ലോ. അതായത് ഇതെങ്ങാനും നമ്മുടെ മേത്തോട്ട് കീറിപ്പാഞ്ഞ് വരുമോ എന്നുള്ള പേടിയാണ് ചെറുപ്പത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വന്നപ്പോഴും അതേ പേടി അപ്പോഴും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പേടി മാറിയിട്ടൊന്നുമില്ല. ആന എന്തായാലും ആന തന്നെയല്ലേ. പക്ഷേ ഇപ്പോൾ വളർന്നു വന്നപ്പോൾ അതേപോലെ തന്നെ പേടിക്കേണ്ട വേറൊരു സാധനത്തിന് ഞാൻ കണ്ടു. മുംബൈയിലെ ലോക്കൽ സംഭവം. ആന ഇതെങ്ങാനും നമ്മുടെ മേത്ത് കയറുമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പേടിക്കുന്നതെങ്കിൽ, മുംബൈയിലെ ലോക്കൽ നമ്മൾ അതിനല്ലേ പേടിക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിത് എങ്ങനെ കയറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങും എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. അത് എൻ്റെ ഒരു കൊളീഗുണ്ട്. മൂപ്പര് ഒരു സ്റ്റേഷൻ, അതായത് താമസിക്കുന്നതും ഓഫീസും തമ്മിൽ ഒരു സ്റ്റേഷൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ മൂപ്പര് ജന്മം ചെയ്താൽ ലോക്കൽ എടുക്കില്ല. കാരണം കയറേണ്ടത് ഇടതുവശത്തും ഇറങ്ങേണ്ടത് വലതുവശത്തുമാണ്. ഈ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ജനസാഗരത്തിൻ്റെ ഇടയിൽ കൂടെ ഇത് നീന്തി കടന്ന് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പിന്നെ ലോക്കലിൻ്റെ ഫലിതങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതായത് ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഇടിയും കുത്തി അടിയും വാങ്ങി കയറിപ്പോകുന്ന ലോക്കൽ, നമ്മളിപ്പം ചില ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് ലേറ്റായിട്ട് ഇറങ്ങിപ്പോയാലും, എത്ര ലേറ്റായാലും നമ്മൾ ഉദ്ദേശിച്ച ട്രെയിൻ നമുക്ക് കിട്ടും. കാരണം നമ്മൾ എത്ര ലേറ്റായാലും അതിനേക്കാൾ ലേറ്റായിട്ട് ഞാനുണ്ട് കോമ്പറ്റീഷന് എന്ന് പറഞ്ഞിട്ടാണ് മുംബൈയിലെ ലോക്കൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അതേപോലെ ഒരു 5:50 ആയപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എഴുതി കാണിക്കുന്നു 5:30 ട്രെയിൻ ഇപ്പോൾ വരാൻ പോകുന്നു. ഞാൻ ഭാഗ്യം, ഞാൻ ലേറ്റ് ആയില്ല എന്നുള്ളൊരു സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് വീട്ടിലോട്ട് വന്നത്. പിന്നെ മുംബൈയിലെ ലോക്കലിലുള്ള വേറൊരു സംവിധാനമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സിസ്റ്റം. അതായത് നമ്മൾ സപ്പോസ് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തുമ്പോൾ നാട്ടുകാരോട് പറഞ്ഞാൽ മതി, ചേട്ടാ പ്രഭാദേവി എന്ന്. എല്ലാവരും കൂടെ നമ്മളെ തള്ളി നീക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രഭാദേവിയിൽ ഇറക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.